നെക്സ്റ്റ് ഡ്രോയിങ് അൽഗോരിതമാണ് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. സോ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഡ്രോ ചെയ്യേണ്ട സർക്കിളിൻ്റെ റേഡിയസ് ആണ് വിത്ത് സെൻറ്ററുമാണ് നമ്മളിവിടെ അൽഗോരിതത്തിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ഇനിഷ്യൽ പോയിൻ്റ് x0 y0 നമ്മൾ എടുക്കുന്നത് 0 r ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 5 ആയിരിക്കും. ബ്രെസൻഹാം ലൈൻ ഡ്രോയിങ് അൽഗോരിതം പോലെ തന്നെ അടുത്ത പോയിൻ്റ് സർക്കിളിൻ്റെ ഏതാണ് വരയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഡിസിഷൻ പാരാമീറ്ററാണ്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് XK YK ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് XK YK ഓർ XK+1 YK -1. അപ്പം സർക്കിളിൻ്റെ റേഡിയസ് 0 r ഫസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിൻ്റ് ക്യാൻ ബി YK ഓർ YK -1. അപ്പോൾ ഇത് രണ്ട് പോയിൻറ്റിൽ ഏതാണ് അടുത്ത പോയിൻ്റ് സർക്കിളിൻ്റെ വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഡിസിഷൻ പാരാമീറ്റർ P0 ആണ്. First we need to find out the decision parameter P0 which is equal to 5/4 minus r which is approximately equal to 1 minus r. So അത് വെച്ചിട്ട് P0 എന്ന് പറയുന്ന ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. Then at each escape position starting at k equal to 0 then perform the following test. PKയുടെ വാല്യൂ ചെക്ക് ചെയ്യുക. ഇഫ് PK ലെസ് ദാൻ 0 ആണെങ്കിൽ സർക്കിളിൻ്റെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് XK+1, YK ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ PK+1 എന്ന് പറയുന്നത് PK+2 XK+1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് അതർവൈസ് PKയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇഫ് PK ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ PKയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ സർക്കിളിന് വരയ്ക്കേണ്ട നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് XK+1, YK -1 ആയിരിക്കും. ദെൻ ദ PK+1 നെക്സ്റ്റ് വാല്യൂ ഓഫ് PK എന്ന് പറയുന്നത് PK+2 XK+1 +1 -2 YK+1 ആയിരിക്കും. ഇനി സർക്കിളിൻ്റെ കേസിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് സർക്കിളിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ആ ഒക്ടൻറ്റ് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ് 8 ഒക്ടൻറ്റിലുള്ള പോയിൻറ്റ്സിൻ്റെ സർക്കിളിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ വരുന്ന പോയിൻറ്റ്സ് ആയിരിക്കും. ദെൻ അതിന് ശേഷമായിരിക്കും ആ സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് സർക്കിൾ യൂസ് ചെയ്ത് ബാക്കി ഒക്ടൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പോയിൻറ്റ്സിൻ്റെയും കൂടെ സർക്കിളിൻ്റെ സെൻറ്റർ കോർഡിനേറ്റ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. വിച്ച് മീൻസ് x ഈക്വൽ ടു x പ്ലസ് XC ആൻഡ് y ഈക്വൽ ടു y പ്ലസ് YC. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അൻറ്റിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ആകുന്നത് വരെ. അതായത് ഫസ്റ്റ് ഒക്ടൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 0, റേഡിയസ് r ആയിരിക്കും. ദെൻ വൈയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു y അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ y ഈ രണ്ട് കണ്ടീഷൻ ഏതെങ്കിലും ആകുന്നിടം വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും.